നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ രോഹിത് ശർമ്മയെയും ടീമിനെയും പ്രശംസിച്ച് എല്ലാവരും രംഗത്തെത്തി. രോഹിതിനെ കളിയാക്കി കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ് വരെ രംഗത്തെത്തിയിരുന്നു. രോഹിത് തടിയനെന്നും മോശൻ ക്യാപ്റ്റനെന്നും ഷമ നേരത്തെ എക്സിൽ പ്രതികരിച്ചിരുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് പിന്നാലെയാണ് രോഹിത് ശർമ്മ തടിയനെന്നും കായിക താരത്തിന് ചേർന്ന ശരീരപ്രകൃതിയല്ല ഭാരം കുറയ്ക്കേണ്ടതുണ്ടെന്നും ഷമ എക്സിൽ കുറിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെ മോശൻ ക്യാപ്റ്റനെന്നും രോഹിതിനെ കുറിച്ച് ഷമ പറഞ്ഞിരുന്നു. അതെല്ലാം തിരുത്തേണ്ടി വന്നു. തനിക്ക് നേരെ ഉയർന്നു വരുന്ന ഷോർട്ട് ബോളുകളെ ലോകത്ത് മറ്റാർക്കും സാധിക്കാത്തത്ര രീതിയിൽ അതിർത്തി കടത്തുന്ന ഒരു വൈഭവമുണ്ട് അയാൾക്ക്. അവിടെ കളിക്കുന്ന മണ്ണും പന്തിന്റെ വേഗതയും കണക്കുകൂട്ടലുകളുമെല്ലാം അപ്രസക്തമാണ്. പന്ത് ഉയർന്നു പൊന്തിയാൽ അയാൾ അതിർത്തി കടത്തിയിരിക്കും. എപ്പോഴാണ് ഈ മായാജാലം സ്വായത്തമാക്കിയെന്നത് അറിയില്ല. അതെപ്പോഴായാലും അയാൾ ഇങ്ങനെ കളിച്ചു തുടങ്ങുന്നതിനും എത്രയോ മുന്നേ ഉയർന്നു വന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ നിരാശയോടെ എല്ലാം നഷ്ടപ്പെട്ടവന്റെ ദൈന്യതയോടെ നിൽക്കേണ്ടി വന്ന ഒരു 23-കാരനെ അറിയാം. ഷോർട്ട് ബോൾ കളിക്കുന്ന ലാഘവത്തോടെയല്ല, കരുത്തോടെ, അടങ്ങാത്ത നിശ്ചയദാർഢ്യത്തോടെ പ്രതിസന്ധികളെ അപ്പാടെ അതിർത്തി കടത്തിയിട്ടുണ്ട് ആ പയ്യൻ. ഇന്ന് അയാൾ ഇന്ത്യക്ക് ലോക കിരീടവും ചാമ്പ്യൻസ് ട്രോഫിയും സമ്മാനിച്ച നായകനാണ്. ഒരു ഏകദിന ടൂർണമെന്റ് കിരീടത്തിനായുള്ള ഇന്ത്യയുടെ 12 വർഷത്തെ കാത്തിരിപ്പിന് കൂടിയാണ് വിരാമമായത്. തുടർച്ചയായി 2 ICC കിരീടങ്ങൾ നേടുന്ന നായകന്മാരുടെ പട്ടിക ിലേക്ക് രോഹിത് ശർമ്മയുടെ പേരും ആലേഖനം ചെയ്യപ്പെട്ടു. വെല്ലുവിളികൾക്കും വിമർശനങ്ങൾക്കും ഇടയിലൂടെയാണ് രോഹിത് ശർമ്മ ആ 11 പേരെയും കൂട്ടി ദുബായിൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ എത്തിയത്. ഓസീസിനെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ടെസ്റ്റ് പരമ്പരയിലെ തോൽവിക്ക് ശേഷം കനത്ത വിമർശനമാണ് രോഹിത് ഏറ്റുവാങ്ങിയത്. ടീമിന്റെ നായക സ്ഥാനത്തെ സംബന്ധിച്ച് പരിശീലകൻ ഗംഭീറും മുഖ്യ സെലക്ടർ അജിത് അങ്കാർക്കറും ചർച്ച നടത്തിയിരുന്നു. ഭാവി പദ്ധതി വെളിപ്പെടുത്തണമെന്ന് രോഹിതിനെ അറിയിക്കുകയും ചെയ്തു. ടീമിൽ നിന്ന് വിരമിക്കണോ എന്നത് താരത്തിന്റെ മാത്രം തീരുമാനമാണെങ്കിലും ഒരു സ്ഥിരം നായകൻ ആവശ്യമാണെന്ന കാര്യം രോഹിത്തിനോട് സൂചിപ്പിച്ചതായുമാണ് റിപ്പോർട്ടുകൾ. അതിനിർണായകമായിരുന്നു രോഹിത്തിന് ഈ ടൂർണമെന്റ്. അതിനിടെ രോഹിത് ശർമ്മയ്ക്കെതിരെ കോൺഗ്രസ് ദേശീയ വക്താവ് ഷമ മുഹമ്മദ് വിവാദ പരാമർശം നടത്തിയതും ചർച്ചയായി. പിന്നാലെ വിഷയത്തിൽ വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നത്. ഷമ മുഹമ്മദിനെ പിന്തുണച്ചും എതിർത്തും പലരും കമന്റുമായി എത്തി. ഷമയുടെ പ്രതികരണത്തിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി. ഷമയോട് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് നീക്കം ചെയ്യാൻ പാർട്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ഷമ മുഹമ്മദിന്റെ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതവും അവഹേളനപരവുമാണെന്ന് BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയായും തുറന്നടിച്ചു. പക്ഷേ അപ്പോഴേക്കും അയാൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ചരിത്രം കുറിച്ചിരുന്നു. ക്രിക്കറ്റ് ചരിത്രത്തിൽ സ്വന്തം ടീമിനെ ICCയുടെ എല്ലാ ടൂർണമെന്റുകളുടെയും ഫൈനലിൽ എത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന നേട്ടമാണ് രോഹിതിന് സ്വന്തമായത്. രോഹിതിന് കീഴിൽ ഇന്ത്യ 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെയും 2023 ഏകദിന ലോകകപ്പിന്റെയും 2024 T20 ലോകകപ്പിന്റെയും ഫൈനൽ കളിച്ചിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യ കലാശപ്പോരിന് യോഗ്യത നേടിയതോടെയാണ് രോഹിത് അപൂർവ റെക്കോർഡിനുടമയായത്. പിന്നാലെ ഫൈനലും എത്തി. എല്ലാ വിമർശനങ്ങൾക്കും ഫൈനലിലെ ഒരൊറ്റ ഇന്നിംഗ്സ് കൊണ്ട് രോഹിത് മറുപടി നൽകി. ടൂർണമെന്റിലുടനീളം ഫോമില്ലായ്മയുടെ പേരിൽ പഴികേട്ട രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഫൈനലിൽ ഇന്ത്യക്ക് തുണയും ധൈര്യവുമായത്. തുടക്കം മുതൽ മനോധൈര്യത്തോടെ നേരിട്ട രോഹിത് 83 പന്തുകൾ നേരിട്ട് 76 റൺസ് നേടി. ഒടുക്കം മത്സരത്തിലെ താരവും രോഹിത് തന്നെ. ന്യൂസിലൻഡ് ഉയർത്തി 252 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 49 ഓവറിൽ ലക്ഷ്യം മറികടന്നു. 2007 T20 ലോകകപ്പിന്റെ പ്രഥമ ടൂർണമെന്റിൽ തന്നെ ഇന്ത്യക്ക് കിരീടം നേടിത്തന്ന നായകന്റെ പേര് മഹേന്ദ്ര സിംഗ് ധോണി എന്നാണ്. 2011 ഏകദിന ലോകകപ്പും ധോണിക്ക് കീഴിൽ നേടി. 1983 ആദ്യമായി ഇന്ത്യ ഏകദിന ലോകകപ്പ് സ്വന്തമാക്കുമ്പോൾ കപിൽ ദേവാണ് നായകൻ. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കപിലിന്റെ ചെകുത്താന്മാരുടെ ഉദയം. കപ്പിത്താനായി മഹേന്ദ്ര സിംഗ് ധോണി എന്ന റാഞ്ചിക്കാരൻ അവരോധിക്കപ്പെട്ടതു മുതലാണ് ഇന്ത്യ പുതുചരിത്രം എഴുതാൻ തുടങ്ങുന്നത്. 2007 T20യിലും 2011 ഏകദിന ഫോമാറ്റിലും ഇന്ത്യ വിശ്വവിജയികളായി. 2013 ധോണിയും സംഘവും ചാമ്പ്യൻസ് ട്രോഫിയിലും മുത്തമിട്ടു. രോഹിത് മുന്നിൽ നിന്ന് നയിച്ചിറങ്ങിയതിന്റെ ബലത്തിലാണ് ഇന്ത്യ 2023 ഏകദിന ലോകകപ്പ് ഫൈനലിലെത്തുന്നത്. കിരീടം നേടുമെന്ന് ആരാധകർ ഉറപ്പിച്ചെങ്കിലും 2003 ഏകദിന ലോകകപ്പിന്റെ ആവർത്തനം എന്ന പോലെ ഓസീസിനോട് തോറ്റ് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ആ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് അയാൾ എപ്പോഴാണ് മുക്തമായതെന്ന് നിശ്ചയമില്ല. 2020 ലോകകപ്പിന് ശേഷം ഒരു ഏകദിന ടൂർണമെന്റ് കൂടി ഇന്ത്യയിലെത്തിക്കാനുള്ള ഒരു നിയോഗം ഉണ്ടായിരുന്നു രോഹിതിന്. എതിരാളികളായി വന്ന പാകിസ്ഥാനെയും ഓസീസിനെയും അടക്കം കണക്കുകൾ ഓരോന്നായി തീർത്തുള്ള മുന്നേറ്റം. ഒടുക്കം ഫൈനലിൽ കിവീസും. നായകൻ തന്നെ നയിച്ചിറങ്ങിയ കലാശപ്പോരിൽ കിവികൾ വീണു. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിട്ടു. കപിലിനും ഗാംഗുലിക്കും ധോണിക്കും പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്ര താളുകളിൽ രോഹിത് ഗുരുനാഥ് ശർമ്മയുടെ പേരും തങ്കലിപികളാൽ കൊത്തിവയ്ക്കപ്പെടുന്നു. ഇനി അയാൾക്ക് ഹൃദയഭാരം ഏതുമില്ലാതെ മടങ്ങാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.